നാട്ടിലെ പള്ളിയില് ചിലപ്പോ ഖുർആൻ ഉണ്ടാവില്ല, ചിലപ്പോ ഖുർആനൊക്കെ പഴയതായിട്ടുണ്ടാവും, പഴയതാറ ചട്ടൊക്കെ എങ്ങനെ കേടുന്നിട്ടുണ്ടാവും. അപ്പൊ പള്ളിയിലേക്ക് നല്ല ഖുർആൻ കൊടുക്കുക, ഒരു 6 ഖുർആൻ അല്ലെങ്കിൽ 10 ഖുർആൻ എന്റെ വക പള്ളിയിലേക്ക് തസ്ബീഹ്മാല കൊടുത്തു കഴിഞ്ഞാലും, അത് പിന്നെ കറണ്ട് ബിൽ അടക്കാൻ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും, അത് കാർപ്പറ്റ് വിരിക്കാൻ വേണ്ടി എന്ത് കൊടുത്തു കഴിഞ്ഞാലും, പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചേർന്ന് കഴിഞ്ഞാലും, ഇപ്പോൾ കാർപ്പറ്റ് വിരിക്കാൻ വേണ്ടി ഒരാള് ക്യാഷ് കൊടുത്താൽ ആരൊക്കെ നിസ്കരിക്കുന്നു അതിന്റെ കൂലിയാണ് കിട്ടുന്നത്. ഒരു മാസത്തെ പള്ളിയുടെ കറണ്ട് ബില്ല് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ മദ്രസയുടെ കറണ്ട് ബില്ല് ഒരാള് ഞാൻ വെറുതെ കൊടുക്കാണ്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാസം മദ്രസയിലെ വിദ്യാർത്ഥികള് അറിവ് പഠിച്ചതിന്റെ കൂലിയാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാസം പിന്നെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തതിന്റെ കൂലി, നിസ്കരിച്ചതിന്റെ കൂലി, പള്ളിയിൽ നിന്ന് എന്തൊക്കെ മജ്‌ലിസ് നടത്തിയോ അതിന്റെ കൂലിയൊക്കെ ഈ കറണ്ട് ബില്ല് അടിച്ച ആൾക്കാർ കിട്ടുന്നത്.